ശ്രീ പ്രഭാകരൻ എം.എൽ.എയുടെ ആരോപണം അത് തെറ്റാ. ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് തെറ്റായിട്ടുള്ള റീലുകൾ പ്രചരിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുക. ഞങ്ങൾ ഏതെങ്കിലും AI ടെക്നോളജി ഉപയോഗിച്ചിട്ടോ ഇല്ലാത്ത സംഭവം വെച്ചിട്ടോ ഏതെങ്കിലും റീല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കാണിച്ചു തരാൻ തയ്യാറാവട്ടെ. ഞാനൊരു തുറന്ന സംവാദത്തിന് തയ്യാറാണ്. ഈ മലമ്പുഴ മണ്ഡലത്തിൽ വ്യാപകമായിട്ട് കുടിവെള്ള പ്രശ്നമുണ്ട്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം 5 വർഷമായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വിഷമമുള്ള പ്രതിഷേധമുള്ള ധാരാളം ആളുകളുണ്ട്. വള്ളിക്കോട് പ്രദേശത്തെ സ്ത്രീകൾ നിരന്തരമായിട്ട് MLA ബന്ധപ്പെടാൻ സാധിക്കാതെ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ട് അവർ തിരിച്ചു വരുന്ന വഴിക്കാണ് MLA കാണുന്നത്. അവർ MLAയോട് പരാതി പറയുമ്പോൾ MLA പറയുകയാണ്, നിങ്ങൾ വിളിക്കുമ്പോൾ വരാനാണോ ഞാൻ എന്ന് ചോദിച്ചത്. ഞങ്ങളാരും വീഡിയോ എടുത്തതല്ല, അവിടുത്തെ ആ പ്രദേശത്തെ പാർട്ടിക്കാരൻ്റെ വീഡിയോ എടുത്ത് അവരാണ് പ്രചരിപ്പിച്ചത്. CPMൻ്റെ അകത്തുള്ള ആളുകളാണ് പ്രചരിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് ഒരു പൊതുപ്രവർത്തകൻ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ MLAയുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഈ ജനകീയ വിഷയം കഴിഞ്ഞ 10 വർഷമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് പരിഹരിക്കേണ്ട MLAയുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ച ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിൽ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് പരാതി പറയാം. മറിച്ച് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിഷേധം അത് ലോകം മുഴുവൻ അറിയിക്കുക. ഈ മണ്ഡലം 60 വർഷമായിട്ട് CPMൻ്റെ ജനപ്രതിനിധികളാണ് ജയിക്കുന്നത്. ഇവിടുത്തെ വികസന മുരടിപ്പ് ലോകത്തെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളത് നിർവഹിക്കുക തന്നെ ചെയ്യും. മലമ്പുഴയെ വികസനത്തിന്റെ കുതിപ്പിലേക്ക് നയിക്കാനുള്ള, വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു അവസരം നമുക്ക് കൈവന്നിരിക്കുകയാണ്. മലമ്പുഴയിലെ വോട്ടർമാർ 60 വർഷത്തെ വികസന മുരടിപ്പിൽ മടുത്തു നിൽക്കുന്നവരാണ്. കുടിവെള്ളമില്ല, സ്വന്തമായിട്ട് വീടില്ലാത്ത ആളുകൾ ആയിരക്കണക്കിനാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പരാജയം. നടക്കാവ് മേൽപ്പാലത്തിൻ്റെ പാതി വഴിയിലുള്ള നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. നമ്മുടെ റിംഗ് റോഡിൻ്റെ പാലം പാതി വഴിയിലാണ്. വാരണിപ്പാലം തകർന്നത് നിർമ്മാണത്തിൽ ആരംഭിച്ചിട്ടില്ല. ഓരോ പ്രദേശത്തും നിങ്ങൾ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള പാതി വഴിയിലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് മലമ്പുഴയിലുണ്ട്. മലമ്പുഴയിലെ ജനങ്ങൾ ഇത് നേരിൽ കാണുക, എല്ലാ ദിവസവും അവർ കാണുന്നതാണ്. അവർ മനം മടുത്തു. ഈ ദുർഭരണം, ഈ ഇത്തരത്തിലുള്ള നിഷ്ക്രിയരായിട്ടുള്ള ജനപ്രതിനിധികൾ മലമ്പുഴയ്ക്ക് വേണ്ടെന്ന് അവർ മാനസികമായി തയ്യാറെടുത്തു. ഈ രാജ്യത്ത് നടക്കുന്ന വികസനം അവർ കാണുന്നുണ്ട്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ഒരു കാലത്തെ ഏറ്റവും പിന്നോക്കാവസ്ഥയിലായിരുന്ന സംസ്ഥാനങ്ങൾ പോലും ഇന്ന് വികസന കുതിപ്പിലാണ്. ഇതവർ കാണുന്നുണ്ട്. അവർ അതുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ മോദി രാജ്യത്ത് നടപ്പാക്കുന്ന വികസനം മലമ്പുഴയുടെ മണ്ണിൽ വരണം. ഇവിടുത്തെ മോദി സർക്കാരിൻ്റെ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ മലമ്പുഴയിലെ ജനങ്ങൾക്ക് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇത്തവണ വോട്ടായി മാറും. അത് NDAക്ക് അനുകൂലമായി മാറും. NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്കത് വോട്ടായിട്ട് ലഭിക്കും.